ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൾ ഇതിനകത്തില്ലെന്ന് ബോധ്യപ്പെടുമ്പോഴെങ്കിലും ഞങ്ങളായിരുന്നു ശരിയെന്ന് സമ്മതിക്കണം. ശരി, അവൾ ഇതിനകത്തുണ്ടെങ്കിലോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടെങ്കിലല്ലേ അത് അപ്പ നോക്കാം. ആണോ? മറിയേ, നോക്ക. മോളെ ദുർഗേ, ഇപ്പൊ തുറക്കും. മുത്തശ്ശിയാ, മോള് വാതിലോർക്ക്. നിമിത്തവും അപ്രതീക്ഷിതവും. എന്താ സംഭവം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തനിക്ക് മനസ്സിലാവാതിരിക്കാനാ ഞങ്ങൾ കൂടുതലൊന്നും പറയാത്തത്. മനസ്സിലായോ? കിരൺ ചേട്ടാ, ഇതൊന്നും വേറെ ആരോടും പറയണ്ട. മനസ്സിൽ തന്നെ ഇരുന്നാ മതി. അതത്രേ ഉള്ളൂ. തനിക്ക് കട്ടം വേണ്ടല്ലോ അല്ലേ? വേണ്ട. ഒരുപാട് യാത്ര ചെയ്തല്ലേ, അതിന്റെ ക്ഷീണോ? നിങ്ങൾ എവിടെ പോയതാന്നാ പറഞ്ഞേ? അതിന് പറഞ്ഞില്ലല്ലോ, ഒരിക്കലും പറയേയില്ല. ഒരു കാര്യം പറയണമെന്ന് കരുതിട്ട് മറന്നു. നാളെ ഞങ്ങളുടെ സ്കൂളില് ക്രിസ്മസ് ആഘോഷം നടക്കുക. കല്യാണി എന്തായാലും വരണം. മഹിം വായോ? ഇല്ല, നാളെ എനിക്ക് വേറെ ചില പരിപാടികളുണ്ട്. ഞാൻ ഉണ്ടാവില്ല. ഓ, ഞാൻ വരാം. എപ്പോഴാ? രാവിലെ എത്തിയാ മതി. അല്ല, താനെങ്ങനെ പോവും? അപ്പൊ അവിടുത്തെ ജോലിക്കാരി ചെയ്യും? അതൊക്കെ അങ്ങ് നടന്നോളൂ. ഞാൻ എന്തായാലും വരാം കിരൺ ചേട്ടാ. എന്നെ ഇത്രയൊക്കെ സഹായിച്ചിട്ട് കിരൺ ചേട്ടൻ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോ പറ്റില്ല എന്ന് പറയാൻ അത്ര നന്ദിയില്ലാത്തവളല്ല ഞാൻ. അപ്പോ നാളെ കാണാം. മഹിക്ക് വരാൻ പറ്റില്ലെങ്കിൽ സാരമില്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അമ്മേ, മഹി. കല്യാണി, ശരി എന്നാ. അതെ, എന്തോ ഉപകാരം ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? അത് വേറൊന്നുമല്ല, തന്നോടായതുകൊണ്ട് പറയാം. താൻ ആരോടും പറയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. താൻ ധൈര്യമായിട്ട് പറഞ്ഞോ. അത് വേറൊന്നുമല്ല. അല്ലെങ്കിൽ വേണ്ട, തനിക്ക് ആരോടെങ്കിലും പറയാൻ തോന്നിയാലോ? ഇല്ല, പറഞ്ഞോ. അത് എന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. എന്താ ഗിരിജേ? ഞാൻ പറഞ്ഞില്ലേ നാത്തുനെ, ഇവള് ഇതിനകത്തില്ല. അതാ കഥക് തുറക്കാത്തത്. പൂട്ടിയിട്ടിരിക്കാൻ തോന്നുന്നു. റൂമിലില്ലെങ്കിൽ പിന്നെ അവളി സമയത്ത് എവിടെ പോയി? ആർക്കറിയാം? രാത്രി ക്ലബിലും പബ്ബിലും ഒക്കെ ഉള്ള കറക്കം ആ നാശത്തിനുള്ളതല്ലേ. അത് നേരിട്ട് ഞാൻ കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എന്ത് ചെയ്യാ? ആ ദുർഗ നേരത്തെ ഉറങ്ങാനാന്നും പറഞ്ഞ് മുറി കയറി കഥ കടച്ചില്ലേ. അവൾ ഇതിനകത്ത് ഇല്ലാന്നാ തോന്നുന്നത്. ഇല്ലേ? പിന്നെ അവൾ എവിടെ പോയി? ഗിരിജ കൊറേ നേരമായിട്ട് വിളിച്ചിട്ട് അവള് വാതിൽ ഓർക്കുന്നില്ല. ദുർഗേ, ദുർഗേ, ദുർഗേ. എന്തൊരു ബഹളായത്! നിങ്ങൾ ആ പാവത്തിന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഉറങ്ങാൻ അവൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? അല്ല, നിങ്ങൾക്ക് എന്താ പ്രശ്നം?
എന്തിനാ എന്റെ മോളെ കുറിച്ച് നുണക്കഥ പറയുന്നത്? നിങ്ങളുടെ മോളെ കുറിച്ച് ആരും നുണക്കഥ പറയുന്നു എന്നാ നിങ്ങൾ പറയുന്നേ? നീയും ദാ ഇവളും കൂടി തന്നെ. ഓ, മുറിയിൽ ഉറങ്ങാൻ കയറിയ കൊച്ചി ഇവിടെ ഇല്ലെന്ന് പറയുന്നത് നുണയല്ലേ? എന്റെ അമ്മേ, ഞാനും നാത്തോരു കൂടി ഈ മുറിയിലും കുറെ നേരമായിട്ട് തട്ടി വിളിക്കാൻ. മുറിയിലുണ്ടെങ്കിൽ അവിടെ തുറക്കില്ലേ? ആ ഇത്രയും നേരം അവള് തുറന്നില്ലെങ്കിൽ അതിനർത്ഥം അകത്ത് ആളില്ലാന്നല്ലേ? സത്യം പറഞ്ഞ ഈ മുത്തശ്ശി അച്ഛനും കൂടി ആവശ്യമില്ലാത്ത സപ്പോർട്ട് അവൾക്ക് കൊടുക്കുന്നോണ്ടാ ഈ കള്ളത്തരൊക്കെ അവള് ചെയ്യുന്നേ. ഹഷി, നീ നിന്റെ അമ്മയെ പോലെ ദുർഗയെ പറ്റി വേണ്ടാതിനെ പറയരുത്. അവള് നിന്റെ ചേച്ചിയാ, അത് നീ മറക്കണ്ട. എന്തേ ഇതിനൊക്കെ ദേവനെ പറഞ്ഞാ മതിയല്ലോ. ഭാര്യ നിലക്ക് നിർത്തണമായിരുന്നു. അമ്മയെ കണ്ടല്ലേ മക്കൾ പഠിക്കുന്നത്. പോരാത്തതിന് അപ്പച്ചിയുടെ സപ്പോർട്ടും. ശരി, ഞങ്ങളുടെ ഭാഗത്താ തെറ്റ്, സമ്മതിക്കുന്നു. അമ്മ തന്നെ പുന്നാര കൊച്ചുമോളെ വിളിച്ചൊന്ന് വാതില് തുറപ്പിക്കേ. അപ്പ അറിയാലോ സത്യം. ഓ അതെ, അവൾ ഇതിനകത്തില്ലെന്ന് ബോധ്യപ്പെടുമ്പോഴെങ്കിലും ഞങ്ങളായിരുന്നു ശരിയെന്ന് സമ്മതിക്കണം. ശരി, അവൾ ഇതിനകത്തുണ്ടെങ്കിലോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഉണ്ടെങ്കിലല്ലേ അത് അപ്പ നോക്കാം. ആണോ? മാറിയേ. ആ, നോക്ക്. ആ. മോളെ ദുർഗേ, ഇപ്പൊ തുറക്കും. മുത്തശ്ശിയാ, മോള് വാതിലോർക്ക്. മോളെ ഞാൻ പറഞ്ഞില്ലേ, അവൾ ഇതിനകത്തൊന്നും ഇല്ല. ദുർഗ, തുറന്നു തന്നെ. ദുർഗ. എന്താ മുത്തശ്ശി? എത്ര നേരമായി നിന്നെ എല്ലാരും വിളിക്കുന്നു. നീ എന്താ വാതില് തുറക്കാത്തത്? എനിക്ക് നല്ല തലവേദനയായിരുന്നു. ഗുളിക കഴിച്ചിട്ട് കിടന്നതുകൊണ്ട് ഉറങ്ങിപ്പോയി. വിളിച്ചിട്ട് കേട്ടില്ല. ഇപ്പൊ നിനക്ക് സമാധാനായോ? എന്താ മിണ്ടാത്തെ? ഇത്ര നേരം എന്തൊക്കെ പ്രസംഗമായിരുന്നു. നിങ്ങളൊക്കെ മനുഷ്യജന്മങ്ങൾ തന്നെയാണോ? എന്റെ വയറ്റിൽ തന്നെയാണോ നീ പറഞ്ഞത്? വേണ്ട മുത്തശ്ശി, എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ല മോളെ. മോൾ ഉറങ്ങിക്കോ. ഇറങ്ങി നോക്കിക്കാതെ പോ. ഇറങ്ങി പോങ്ങോട്ട്. എന്താ മുത്തശ്ശി? എന്താ എന്റെ കാര്യം? പൊന്നു മോൾ ഉറങ്ങിക്കോ. ഉറങ്ങി കിടന്നോ.